ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും ദയനീയമായ അവസ്ഥ ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടി ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ആയിരിക്കും. നിലവിൽ നിയമസഭയിൽ 5 അംഗങ്ങളുള്ള പാർട്ടി 12 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും MLA-മാരാകാനുള്ള ഇവരുടെ വിജയസാധ്യത 0 മുതൽ 2 വരെ മാത്രമാണുള്ളത്. ചിലപ്പോൾ ഈ പാർട്ടിക്ക് MLA-മാർ ഇല്ലാത്ത അവസ്ഥ വരെ ഉണ്ടാകാം. വിജയസാധ്യതയുള്ളത് കാഞ്ഞിരപ്പള്ളിയിലെ ജയരാജനും പാലായിലെ പാർട്ടി ലീഡർ ജോസ് കെ മാണിക്കും മാത്രമാണുള്ളത്. ഒരു കാലത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന 8 സീറ്റിൽ കാഞ്ഞങ്ങാട് ഒഴികെ 7 സീറ്റിലും വിജയസാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ 2 പാർട്ടികളും പരസ്പരം പോരടിക്കുന്ന ചങ്ങനാശ്ശേരി, കടുത്തുരുത്തി, തൊടുപുഴ എന്നിവിടങ്ങളിൽ ജോസഫ് വിഭാഗം അടിച്ചു കയറാനാണ് കൂടുതൽ സാധ്യത. മാണി സാറിന്റെ കാലത്ത് ജോസഫ് ഗ്രൂപ്പിനേക്കാൾ MLA-മാരുടെ എണ്ണം കൊണ്ടും മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പുകൾ കൊണ്ടും ജനങ്ങളുടെ പിന്തുണ കൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മാണി ഗ്രൂപ്പിനെ മകൻ ജോസ് കെ മാണിയുടെ വരവോടുകൂടി ക്ഷയിപ്പിക്കുവാണ് ഉണ്ടായത്. അപ്പന്റെ സൗന്ദര്യവും ശബ്ദവും മാത്രമാണ് മകൻ ജോസ് കെ മാണിക്ക് ലഭിച്ചത്. രാഷ്ട്രീയ തന്ത്രജ്ഞത വളരെ കുറവാണ്. 2001 പാർട്ടി മത്സരിച്ച 11 സീറ്റിൽ 9ലും വിജയിച്ച ചരിത്രമുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്. ഇലക്ഷന് മുമ്പ് UDF-ൽ കയറിക്കൂടാനുള്ള അവസരം റോഷി അഗസ്റ്റിന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന ജോസ് മോൻ നഷ്ടപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇതൊക്കെ അവസരവാദ രാഷ്ട്രീയമല്ലേ എന്ന്. കേരള കോൺഗ്രസ് എന്നും അവസരവാദ രാഷ്ട്രീയമാണ് കളിച്ചിട്ടുള്ളത്. അധികാരം എവിടേക്ക് വരും എന്നറിഞ്ഞുള്ള രാഷ്ട്രീയ കളിക്കാണ് ഇവർക്ക് താല്പര്യം. മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ മോശക്കാരല്ലാട്ടോ. എങ്കിലും ഇടതുപക്ഷ നിലപാടുകളില്ലാത്ത കേരള കോൺഗ്രസുകൾ എപ്പോഴും UDF-ന്റെ പക്ഷത്ത് നിൽക്കുന്നതാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും താല്പര്യം. അതിനുള്ള സാധ്യത ഇനിയും വിദൂരമല്ല.